ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി വഴുത്തലക്കാരനാണ്. ARMY മല്ലു വ്ലോഗ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടോപ്പിക്ക് ഇന്ന് ARMY മല്ലു വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നും എത്ര രൂപ വരുമാനമുണ്ട്. ഇതറിയുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്നും യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങിയെന്നും നിങ്ങൾ അറിയണം. ഞാൻ ഒരു ആർമിക്കാരനാണ്. പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വർഷം റിട്ടയർഡ് ആവുകയാണ്. റിട്ടയർമെന്റ് കാലം എങ്ങനെ കഴിയണമെന്ന് ആലോചിച്ചപ്പോഴാണ് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബ് ചാനലിൽ എങ്ങും തയ്യാറാക്കി നോക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് തന്നെ. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കാണുന്ന പോലെ പലരും എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ARMY എന്ന് എങ്ങനെ വന്നു. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് ഒക്ടോബർ 29, 2019 ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കണ്ടന്റുമായിട്ട് വരുമ്പോൾ, കേരളത്തിൽ തന്നെ അങ്ങനെ ആരുമില്ലായിരുന്നു, ഇങ്ങനെ ഒരു കണ്ടന്റുമായിട്ട് വരുമ്പോൾ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ആട്ടെ, ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ റിട്ടയർമെന്റ് ആവുകയാണല്ലോ, ആ ടൈമിലേക്ക് ഒരു പ്ലാറ്റ്ഫോമായി കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത്. അതിനാണ് പേരിട്ടിരിക്കുന്നത് ARMY. പക്ഷേ എങ്കിൽ നിങ്ങളുടെ എല്ലാം ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്കും ഈ ഒരു ചാനലിനും നിങ്ങൾ തന്നത്. ഭയങ്കര സപ്പോർട്ട്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാനൊന്നും പ്രതീക്ഷിച്ചതിൽ അപ്പുറമായിരുന്നു. ഞാൻ റിട്ടയർഡായി വരുമ്പോൾ, ഈ ജൂലൈ മാസത്തെ റിട്ടയർഡായി വരുമ്പോൾ എങ്ങനെ അത് യൂസ് ചെയ്യണം, ഒരു 1000 സബ്സ്ക്രൈബേഴ്സും ഒരു കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് വ്യൂ ടൈം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് മോണിറ്റൈസേഷൻ ആകുമല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ ചെയ്തത് തന്നെ. പക്ഷേ എങ്കിൽ നിങ്ങളുടെ ഈ വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള സാഹചര്യം. എൻ്റെ വൈഫിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, മരിയ ഷാലു എന്നാണ് ചാനലിൻ്റെ പേര്. എൻ്റെ വൈഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വൈഫ് മാൾട്ടയിലാണ്, യൂറോപ്പിൽ മാൾട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്, നേഴ്സാണ്. അവിടുത്തെ ട്രാവൽ വീഡിയോസൊക്കെയാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത്. നിങ്ങളെ അവിടെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെയാണ് നിങ്ങളെ ആ വീഡിയോയിലൂടെ കാണിക്കുന്നത്. മാൾട്ടയിലുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ കാണിക്കുമ്പോൾ എനിക്കൊരു മോഹമുണ്ടായി, കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും നമ്മളിലൂടെ വീഡിയോസൊക്കെ ആയിട്ട് വരണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു കണ്ടന്റ്, എന്ത് കണ്ടന്റിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും, ഏതൊരു കണ്ടന്റ് തിരഞ്ഞെടുക്കുന്നതിലാണല്ലോ എല്ലാവർക്കും പാകപ്പിഴകൾ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ എങ്ങനെ, വണ്ടിയോട് എനിക്ക് കുറച്ചൊരു താല്പര്യമുള്ളതിൻ്റെ പേരിൽ ഞാൻ യൂസ്ഡ് കാറുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നോർത്ത് ഇന്ത്യൻ സൈഡിൽ കൂടി ഇതിനെക്കുറിച്ച് ഈ ഒരു സെഗ്മെന്റിലുള്ള വീഡിയോസ് കൂടുതലുണ്ട്. പക്ഷേങ്കിൽ കേരളത്തിൽ ആരുമില്ലായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ ചെയ്തു. അതിന് നിങ്ങൾ തന്ന ഒരു സപ്പോർട്ട്, അത് വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. ഏകദേശം ഒക്ടോബർ 29 ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തു. ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂർ പോയാണ്. ഐശ്വര്യ യൂസ്ഡ് കാർ ഷോറൂം എന്ന ഷോറൂമിന്റെ വീഡിയോയാണ്. ഒരു എപ്പിസോഡ്, സെക്കൻഡ് എപ്പിസോഡ്, അങ്ങനെ 2 എപ്പിസോഡ് ചെയ്തു. ആ 2 എപ്പിസോഡിൽ നിന്നും 6 ദിവസം കൊണ്ട് 5000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ച് ടൈം എന്ന ഒരു കടമ്പ ഞാൻ കടന്നു. എനിക്ക് 6 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് എനിക്ക് മോണിറ്റൈസേഷൻ എനേബിളായി കിട്ടി. അടുത്ത വീഡിയോസ് 3-ാമത്തെ അല്ല 4-ാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തൊട്ട് എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങി. ആ ഒരു വരുമാനത്തിലൂടെയാണ് ഇപ്പോഴും ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 29 മുതൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഏപ്രിൽ 23, 2020 ഇന്നത്തെ ദിവസം വരെ എനിക്ക് ഏകദേശം ഈ യൂട്യൂബ് ചാനലിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടി വന്നത് ഒരു 40,000 രൂപ. അതെന്താണെന്നല്ലേ, ഈ മൊബൈല്, ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന മൊബൈല് OnePlus 7T എന്ന മൊബൈലാണ് ആകെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ ചെയ്തത്. പിന്നെ ആദ്യത്തെ 25 വീഡിയോസും അതുപോലെ 25,000 സബ്സ്ക്രൈബേഴ്സും ആകുന്ന ആ ടൈം വരെയുള്ള വീഡിയോസ് എല്ലാം എടുത്തത് എൻ്റെ
സാംസങ് J6 എന്ന മൊബൈലിൽ നിന്നുമാണ്. വളരെ ക്വാളിറ്റി കുറവായിരുന്നു അന്നത്തെ വീഡിയോസിനൊക്കെ. ആൾക്കാർ കൂടിയതനുസരിച്ച് എനിക്ക് തോന്നി ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് യൂട്യൂബ് ചാനലിന് വേണ്ടി നടത്തണമെന്നും. അങ്ങനെയാണ് ഞാൻ പിന്നെ OnePlus 7T എന്ന മൊബൈൽ എടുക്കുന്നത്. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ 40,000 രൂപ മുടക്കി. പിന്നെ ഞാൻ ഉദ്ദേശിച്ചു കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഷോറൂമുകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സഞ്ചരിക്കണം, കൂടുതൽ സഞ്ചരിക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബുള്ളറ്റാണ്. ഞാൻ ബുള്ളറ്റും എടുത്താണ് ഓരോ സ്ഥലങ്ങളിലും പോകുന്നത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, അപ്പോൾ ട്രിവാൻഡ്രം മുതൽ കണ്ണൂർ വരെയുള്ള ഷോറൂമുകൾ സന്ദർശിച്ചു. നല്ല ഷോറൂമുകൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തണം എന്നെനിക്ക് തോന്നി. നല്ല ക്വാളിറ്റി ഷോറൂമുകളും നല്ല ക്വാളിറ്റി വണ്ടികളും നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തി. ഇത് കൂടുതലും നമ്മളുടെ പ്രവാസികൾക്കാണ് ഉപകാരപ്പെട്ടതെന്ന് എനിക്ക് തോന്നി. പ്രവാസികളായ മലയാളികളാണ് എനിക്ക് എപ്പോഴും വലിയൊരു സപ്പോർട്ട് തന്നിരിക്കുന്നത്. എൻ്റെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എന്ന് പറയുന്നത് പ്രവാസികളായ മലയാളികൾ തന്നെയാണ്. അവരോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ മുൻപിൽ അവരാണ് എല്ലാം. അവരാണ് എനിക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് തന്ന് എന്നെ ഈ ഒരു ലെവലിൽ എത്തിച്ച് നിർത്തിയിരിക്കുന്നത്. ലീവിന് വരുന്ന ആ ചുരുങ്ങിയ ഒരു മാസം സമയം വെറുതെ കളയാതെ ഈ ചാനലിൽ നിന്നും വീഡിയോസ് എല്ലാം കണ്ട് പെട്ടെന്നുള്ള നല്ലൊരു ഷോറൂം തിരഞ്ഞെടുക്കാനും അവർക്ക് കഴിയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അവരുടെ അഭിപ്രായങ്ങൾ തന്നെയാണത്. അവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇത് തോന്നിയിരിക്കുന്നത്. അവരുടെ ലീവിന് വരുമ്പോൾ വെറും 2-3 ദിവസങ്ങൾ കൊണ്ട് അവർക്ക് വണ്ടി കിട്ടാൻ സാധിക്കുന്നു. അതാണ് അവർക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യമെന്ന് എനിക്ക് തോന്നി. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഇൻകം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒക്ടോബർ 29 വീഡിയോ അപ്ലോഡ് ചെയ്തെങ്കിലും ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് എൻ്റെ മോണിറ്റൈസേഷൻ എനേബിളായി. നവംബർ 6 മുതൽ എനിക്ക് മോണിറ്റൈസേഷൻ എനേബിളായി. അന്ന് മുതൽ ഇന്ന് ഏപ്രിൽ 23 വരെ എൻ്റെ ഫുൾ പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത് യൂട്യൂബിൽ നിന്നും $910 രൂപയാണ്. അത് ഡോളറിലാണ്. $910. നമ്മൾ മാസത്തിൽ കണക്ക് കൂട്ടുവാണെങ്കിൽ ഏകദേശം 6 മാസമുണ്ട്. ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 12,000 അല്ല 10,000 ഇടയിൽ 70,000 രൂപ അല്ലെ 69,000 രൂപയാണ് ഇന്ത്യൻ കറൻസിയിൽ വരുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ ബുള്ളറ്റിലേക്ക് ഒഴിക്കേണ്ട പെട്രോള്, അതുപോലെ നമ്മളിപ്പോൾ കണ്ണൂരോ അല്ല ട്രിവാൻഡ്രത്തോ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണം. അവിടുത്തെ ഫുഡ് ചെലവ് കാര്യങ്ങൾ, നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ചെലവുകൾ, ഇതെല്ലാം ഞാൻ ആ ഷോറൂമുകാരോടാണ് പറയുന്നത്. എനിക്ക് ഇത്രയും ചിലവുണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ ചിലവിന് പറ്റിയ എൻ്റെ കുറച്ച് പൈസ വേണം. അല്ലാണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ അർത്ഥമില്ല. എനിക്കുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുമുണ്ട്. അപ്പം ഞാൻ വരുമ്പോൾ എനിക്ക് എൻ്റെ ചിലവിനുള്ള പൈസ തരണം എന്ന് ഞാൻ ഷോറൂമുകാരോട് തന്നെയാണ് പറയുന്നത്. നമ്മളൊരു പരസ്യം കൊടുത്തിട്ട് അവരൊരു വണ്ടി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഒരു കാരണവശാലും അവർ വിളിച്ച് എനിക്ക് ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. അപ്പം ഞാൻ ആ വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ അവരോട് തന്നെ ചോദിക്കും, എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു വിഹിതം, എനിക്ക് എൻ്റെ ചെലവിനുള്ള പൈസ എനിക്ക് തരണം. അവരെനിക്ക് തരുന്നു. അങ്ങനെ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ഷോറൂമുകളും നമ്മൾ പോയി വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി പലരും ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബ് ചാനൽ എന്താണ് എന്നുള്ളത് അറിയാൻ മേലാണ്ട് നമുക്ക് വീഡിയോ വേണ്ട, അതായത് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് അറിയാൻ മേലാത്തവരായിരിക്കും അത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അവർ ചിലപ്പം മുമ്പോട്ട് പോകുമ്പോൾ അവർ നമ്മളുമായിട്ട് കൈകോർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരോടും കൂടി ഇതെന്താണ് പ്ലാറ്റ്ഫോം, എന്ത് പ്ലാറ്റ്ഫോമാണ് എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ട് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കൂടുതലും യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് വണ്ടികൾ വിറ്റ് പോകുന്നതും വണ്ടികൾ സെലക്ട് ചെയ്യുന്നതും. ഒരാൾക്ക് അവരുടെ വീട്ടിലിരുന്ന് ഷോറൂമിൽ എങ്ങനെ വണ്ടി കിടക്കുന്നു അത് വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്നു. ആ ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. അതാണ് യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് ഇനി എല്ലാവരും പഠിച്ചു വരുന്നു. അത് ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ യൂട്യൂബ് ചാനലുകൾ വരികയും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഏതൊരു യൂട്യൂബ് ചാനൽ വരുന്നതും നമ്മളെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്.
അവരുടെ താഴെ നമ്മളുടെ റെക്കമെൻഡേഷൻ തന്നെയാണ് പോകുന്നത്. അതിൽ ആ ഒരു ഇത് യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതമാണ്. നമുക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ ചാനൽ ഉണ്ടെങ്കിൽ സെയിം കണ്ടന്റിൽ തന്നെ ആണെങ്കിൽ അതിൻ്റെ താഴെ നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ തന്നെയാണ് ലിങ്ക് പോകുന്നത്, റെക്കമെൻഡേഷൻ പോകുന്നത്. നമുക്കത് ഒരു നല്ലൊരു സപ്പോർട്ടിങ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു പുതിയ യൂട്യൂബറിനെ സംബന്ധിച്ച് കുറേ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഇങ്ങോട്ട് യൂട്യൂബ് ചാനലുമായിട്ട് ഇറങ്ങിത്തിരിക്കരുത്. ആദ്യമായിട്ട് നമ്മളുടെ കണ്ടന്റ് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് അറിയുക. നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് കറക്റ്റ് ആണെങ്കിൽ, നമ്മളുടെ യൂട്യൂബ് സക്സസ് ആണെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നിയിട്ട് കറക്റ്റാന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ നമ്മളൊരു കണ്ടന്റ് ചെയ്തിട്ട് അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് എനിക്ക് തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ജയ് ഹിന്ദ്.